സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരനാണ് കഅബ കഴുകൽ ചടങ്ങിന് നേതൃത്വം നൽകിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും പണ്ഡിതരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി, അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് CMD ആലുങ്ങൽ മുഹമ്മദ് തുടങ്ങിയവർക്കും ഇത്തവണ കഴുകൽ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചു. കഅബ ദേവാലയത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ആ സംതൃപ്തി, ആ സന്തോഷം, ആ നിർവൃതി എന്ന പ്രത്യേകതയാണ്. കഅബക്കകത്ത് ചെന്നിരുന്ന് ആ വിശിഷ്ട സ്ഥലത്ത് ചെന്നിരുന്ന് നമ്മൾ അള്ളാഹുവിന്റെ ഈ ഭവനം വൃത്തിയാക്കുന്നതിൽ, അത് കഴുകുന്നതിൽ ഒക്കെ പങ്കെടുക്കുക. അവിടെ വെച്ച് നബി തിരുമേനി ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് നമ്മൾ തൗബ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരനുഭൂതി തന്നെയാണ്. അത് വാക്കുകളിൽ ഒതുക്കുക പ്രയാസമാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരം, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പനിനീർ കലക്കിയ സംസം വെള്ളം ഉപയോഗിച്ചാണ് വിശുദ്ധ കഅബ കഴുകിയത്. വർഷത്തിൽ 2 തവണയാണ് കഅബ കഴുകൽ ചടങ്ങ് നടക്കാറുള്ളത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്.